ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് കുഞ്ഞുവിൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കുഞ്ഞുവിൻ്റെ അമ്മായി എന്ന് വിളിക്കുന്നത് കുഞ്ഞിൻ്റെ പപ്പയുടെ ചേച്ചീനെയാണ് കേട്ടോ. ചേച്ചിയുടെ വീട് മുനമ്പം പള്ളിപ്പുറത്താണ്. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് പോകാമെന്നൊരു പ്ലാൻ ഇട്ടത്. നമുക്കൊന്ന് ചേച്ചിയുടെ വീട് വരെയും പോയിട്ട് വരാമെന്ന് കുഞ്ഞിൻ്റെ പപ്പ ചോദിച്ചപ്പോൾ അന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം കിട്ടിയ ഉടുപ്പൊക്കെ എടുത്ത് ഒരു ബാഗിലാക്കി ഞങ്ങൾ വേഗം കയറി പോന്നിട്ടോ വണ്ടിയിൽ. വണ്ടി ആദ്യം നേരെ വിട്ടത് മന്തി പാലസിലേക്കാണ്. മന്തി പാലസ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്നൊരു 2-3 സ്റ്റോപ്പ് അപ്പുറത്താണ് കേട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ നിന്നാണ് കേട്ടോ മന്തി അൽഫാമൊക്കെ വാങ്ങുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ മന്തിക്ക്. പിന്നെ ഇത് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഇവിടെ കൂടുതലും പാഴ്സലൊക്കെ ആയിട്ടാണ് കേട്ടോ കിട്ടാറ്. പിന്നെ കയ്യും വിട്ട ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കാൻ തുടങ്ങി. അവിടുത്തെ സ്റ്റെയറിലൊക്കെ കയറിയിട്ട് പിന്നെ ഇറങ്ങാനും വയ്യ, കൂടെ പോകാനുമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, കുഞ്ഞുവിനെയും പൊക്കിയെടുത്ത് വണ്ടിയിലെടുത്തിരുത്തി സാധനവും വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങ് യാത്ര തുടർന്നു. പെട്ടെന്ന് തന്നെ ഇരുട്ടാകാൻ തുടങ്ങി കേട്ടോ. സന്ധ്യാസമയമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ചെറായി എത്താറായിട്ടോ. ആ നേരെ പോകുന്ന വഴിയാണ് ചെറായി ബീച്ചിലേക്ക്. ഞങ്ങൾക്ക് ചെറായി ബീച്ചിലേക്കല്ല കേട്ടോ പോകേണ്ടത്. ചേച്ചിയുടെ വീട് മുനമ്പം പള്ളിപ്പുറത്താണ്. അപ്പോൾ നേരെ അങ്ങോട്ട് ഞങ്ങൾ വിടുകയാണ് വണ്ടി. പിന്നെ ഇടയ്ക്ക് തല്ലിപിടുത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് നിന്ന് ലാസ്റ്റ് കുഞ്ഞൂസ് കയ്യും തലയൊക്കെ പുറത്തിടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കുഞ്ഞുമായിട്ട് ഒരു യുദ്ധം വെട്ടലും ഒക്കെ കഴിഞ്ഞ് ഒന്ന് പിടിച്ചിരുത്തി കഴിഞ്ഞപ്പോൾ ആൾ ഒന്ന് ഉറങ്ങിക്കളഞ്ഞു കേട്ടോ. പിന്നെ വണ്ടി കുറച്ച് നേരത്തേക്ക് നിശബ്ദമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും, കുഞ്ഞിൻ്റെ പപ്പയും ഞാനും, ഇടയ്ക്ക് എന്തൊക്കെയൊക്കെ സംസാരിച്ചാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ ഈ വൈപ്പിൻ ഫുൾ ബീച്ചുകളാൽ സമ്പന്നമാണ് കേട്ടോ. ഞങ്ങളുടെ വീട് പുതുവൈപ്പ് ബീച്ചിനും വളപ്പ് ബീച്ചിനും ഇടയിലുള്ള സ്കൂൾ മുറ്റം എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് കേട്ടോ. മിക്കപ്പോഴും ബീച്ചിലൊക്കെ പോകും കേട്ടോ ഞങ്ങൾ. കുഞ്ഞിനും ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ പോകുന്ന അമ്മായിയുടെ വീടുണ്ടല്ലോ, കുഞ്ഞുൻ അമ്മായിയും ഒരു കോംബോയാണ് കേട്ടോ. അവർ ആദ്യം കാണുമ്പോൾ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ അടി കൂടാൻ തുടങ്ങും. ഇതേപോലെ തന്നെയാണ് കേട്ടോ കുഞ്ഞുവിൻ്റെ ചേട്ടനും. കുഞ്ഞുവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ മോനെയാണ് കേട്ടോ. അവരും ഇതുപോലെ നല്ല സ്നേഹമാണ് ആദ്യം കാണുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഭയങ്കര തല്ലുപിടുത്തമായിരിക്കും. ആദ്യത്തെ 5 മിനിറ്റ് ഗൾഫിൽ നിന്ന് വന്ന മട്ടും, പിന്നെ അത് കഴിഞ്ഞുള്ള സമയങ്ങൾ മുഴുവനും അവർ ഇന്ത്യ പാകിസ്ഥാനെ പോലെയാണ് കേട്ടോ. ശത്രുതയാണ്. പിന്നെ ശത്രുത എന്നുള്ളതല്ല കേട്ടോ മീൻ ചെയ്യുന്നത്. അവർ പിന്നെ ഒരാളെടുക്കുന്ന സാധനം മറ്റൊരാൾക്ക് വേണം. പിന്നെ രണ്ടും കൂടി അടി ഇടി ആകെ ബഹളമാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെറായി എന്നുള്ള ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് നേരെ പോകുമ്പോഴാണ് കേട്ടോ മുനമ്പം. റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പറവൂരിലേക്ക് പോകും. നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുനമ്പം പള്ളിപ്പുറത്താണ് ചേച്ചിയുടെ വീട്. കുഞ്ഞൂസ് കൂടുതലായും ഈ അമ്മായിയുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ റീസൺ കുഞ്ഞാടിനെ കാണാനാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനുള്ള ഇൻട്രസ്റ്റിലാണ് കേട്ടോ ആളിരിക്കുന്നത്. ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ആളെന്തായാലും എഴുന്നേക്കും. എന്നിട്ട് ആദ്യം തന്നെ ഓടിച്ചെല്ലണത് ചിലപ്പോൾ കുഞ്ഞാടിനെ കാണണമെന്നും പറഞ്ഞായിരിക്കും കേട്ടോ. ചേച്ചിയുടെ വീട് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് കേട്ടോ ഈ പള്ളിപ്പുറം കോട്ട. ചരിത്രപ്രധാനമായ സ്ഥലമാണ് കേട്ടോ പള്ളിപ്പുറം കോട്ട. അവിടെ പോയി ഇനിയൊരു വ്ളോഗൊക്കെ ചെയ്യണം എന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയെത്തി കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ വീടെത്താനായിട്ട്. കുഞ്ഞൂസ് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിയതും കുഞ്ഞൂസ് വേഗം എഴുന്നേറ്റ് കേട്ടോ.
സാധാരണയായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞുള്ള കരച്ചിലോ ബഹളമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആൾ വളരെ ഹാപ്പിയായിരുന്നു. പിന്നെ അമ്മായിയുടെ സിറ്റ് ഔട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുഞ്ഞാടിനെ അന്വേഷിക്കുകയാണ് കേട്ടോ. കുഞ്ഞാടിനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാണല്ലോ കൊണ്ടുവന്നത്. അപ്പോൾ കുഞ്ഞാട് എന്തേ എന്നൊക്കെ ചോദിച്ച് പിന്നെ അമ്മായിനോടും എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വന്ന് ഡോറിൽ മുട്ടയും പിന്നെ പോവുകയും ഒക്കെ ചെയ്യും കേട്ടോ. ഇടയ്ക്ക് തള്ളി തുറക്കാനൊക്കെ ശ്രമം നടത്തിയായിരുന്നു കേട്ടോ. ഡോറ് അടച്ചിട്ടേക്കാണ് കേട്ടോ വെറുതെ. പിന്നെ അമ്മായിയായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തും തള്ളുമായി. അങ്ങനെ ഡോറ് തുറന്നു. പിന്നെ അതിനുശേഷം നേരെ ഓടിയത് അമ്മായിയുടെ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് തുറന്ന് അതിൽ നിന്നൊരു ചോക്ലേറ്റ് എടുക്കാനായിരുന്നു കേട്ടോ. കാരണം അമ്മായിയുടെ ഫ്രിഡ്ജിലെപ്പോഴും ചോക്ലേറ്റ്സ് സ്റ്റോക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ചോക്ലേറ്റിൻ്റെ പാക്കറ്റും കണ്ട് ആളതെടുത്ത് ഓടിപ്പോയി നിൽക്കുകയാണ് കേട്ടോ കാണുന്നതിന്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.